കാത്തിരുന്നൊരു പിച്ചുദിനം, ഓർത്തു വെച്ചൊരു മിച്ചദിനം, ഓർമ്മ പൂക്കുന്ന സ്കൂളിൻ്റെ മുറ്റത്ത് കൈക്കോർത്ത് നമ്മൾ അണിഞ്ഞല്ലോ. കൂടെ പഠിച്ചവരെ, എൻ്റെ കൂടെ പഠിച്ചവരെ, കാത്തിരുന്നൊരു പിച്ചുദിനം, ഓർത്തു വെച്ചൊരു മിച്ചദിനം, ഓർത്തു വെക്കുന്ന ഓർമ്മ പൂക്കുന്ന സ്കൂളിൻ്റെ മുറ്റത്ത് കൈക്കോർത്ത് നമ്മൾ വന്നല്ലോ. ഞങ്ങളുടെ സ്കൂളിലെ 100ാം വാർഷികമാണ്. എല്ലാവരും അടിച്ചു പൊളിക്കണം. പിന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. സ്കൂളിന്റെ 100ാം വാർഷികം പങ്കെടുക്കാൻ പൂർവ്വ വിദ്യാർത്ഥി അല്ലല്ലോ. തീർച്ചയായും അല്ല, അന്ന് കുറെ പേര് ക്ലാസ് കട്ട് ചെയ്താണ്. ഞങ്ങൾ 87-90 എന്നുള്ളൊരു ബാച്ച് തന്നെ ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്. വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മന്റെ ഫസ്റ്റ് ഒരു പ്രയോറിറ്റി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ആരംഭിച്ച UP സ്കൂളിന്റെ കാലത്ത് കേട്ടോ. അങ്ങനെ ഒരു വാട്സപ്പ് കൂട്ടായ്മ വേറെ ഉണ്ടോ എന്ന് തന്നെ പറയാൻ പറ്റില്ല. പിന്നെ 100ാം വാർഷികത്തിന് അത് പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളെ ജംഷീരോട് എത്തിയത്. ഇന്നലെ വന്നിട്ടുള്ളൂ. ഡോക്ടറെ ബ്ലോഗുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഡോക്ടറെ ബ്ലോഗിൽ എനിക്ക് എന്താണ് ഡോക്ടർ എന്താണോ അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ. ആ ബ്ലോഗിൽ ഒറിജിനാലിറ്റി നമുക്ക് അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതായാലും വളരെ സന്തോഷം. എല്ലാവിധ ഭാവുകങ്ങളും നമ്മളെ 100ാം വാർഷികം അടിച്ചു പൊളിക്കട്ടെ, നല്ല വൈബ് ഉണ്ടാവട്ടെ എല്ലാ വിദ്യാർത്ഥികൾക്കും, എന്ന് വെച്ചാൽ പൂർവ്വ വിദ്യാർത്ഥികൾക്കും ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്കും ഒരുപാട് കാലം ഓർത്തു വെക്കാനുള്ള ഏറ്റവും നല്ല മൊമെന്റ്സ് ഉണ്ടാവട്ടെ എന്നുള്ള പ്രത്യാശയോടുകൂടി. അതുപോലെ മന്ദാര ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. മന്ദാര ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ. ഓ താങ്ക് യു. ആക്കാരങ്ങൾ ഉദ്ദേശിച്ചത് ഇവരെല്ലാരും നിങ്ങൾക്ക് ചാനലുണ്ടോ? ഫെല്ലാദ ഹെല്ലന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വിളിക്കുക, വരൂ, കമോൺ. എന്നാലും ഒരു പാട്ട് പാടാം. പഠിപ്പിക്കുകയും ചെയ്തേക്ക്, വാപ്പിച്ചിങ്ങളെയും പഠിപ്പിച്ചേക്കല്ലേ. ആദ്യത്തെ ബേച്ചിൽ പാപ്പ ആദ്യത്തെ ബേച്ചിൽ നല്ല കയ്യെഴുത്തായി. അതെ അതെ ആ അക്ഷരം എനിക്ക് നല്ല എൻ്റെ മനസ്സിൽ ആ അക്ഷരം എപ്പോഴും ഉണ്ടല്ലേ. എനിക്കൊക്കെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നാം സ്ഥാനമായിരുന്നു. അപ്പിച്ച് പഠിപ്പിച്ചു തന്നിട്ട് ഒരുപാട് ഇഷ്ടമായി. വായിച്ചു കാരണം ഇവിടെ നിന്ന് ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടപ്പോൾ. പക്ഷേ ഞാനൊരു അനുഭവം പറഞ്ഞു. കോളിക്കൽ അസൈനറിൻ്റെ ചോറ്റുപാത്രത്തിൽ ഞാൻ കുറച്ച് മണ്ണ് വാരിട്ടിരുന്നു. അതിനൊരു വടി മുറിയുന്ന വരെ എന്നെ തച്ചിക്ക് ആ വേദന എപ്പോഴും ഉരമുണ്ട്. അപ്പോൾ ആ ഓർമ്മ ഉണ്ടല്ലോ, അതൊക്കെ മാഷിനോട് കാണുമ്പോൾ അപ്പച്ചനെ കാണുമ്പോൾ സന്തോഷം എന്നെ കൂടി വരിക. അത് നന്നാവായല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഫുള്ള് സ്റ്റേജ് മേലായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കുറഞ്ഞു വയ്ക്കും. അതിൽ കുഴപ്പമില്ല. അപ്പം കണ്ടല്ലോ എന്താണ് നല്ല പൂർവ്വ വിദ്യാർത്ഥി കം ചെയർമാൻ. ഓ, നിങ്ങളില്ലാത്ത പൂനൂർ എന്തിനാ പോവോ? ഇവിടെ ഉണ്ടോ? ഇല്ലല്ല, പോണം. പങ്കെടുക്കുകയാണ്. നമ്മുടെ നേരത്തെ നമ്മളെ ഉണ്ടായിരുന്ന നമ്മളെ ഷമീം ചന്ദ്രഗിരി പുഴയുടെ ചന്ദനമണി തെന്നലിൻ സന്ദേശമോ. ഞങ്ങള് മാഷെ ശിഷ്യകളാണ്. ഞങ്ങളെ 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിന്റെ അതുകൊണ്ട് ഞങ്ങൾ നല്ലോണം പഠിക്കുകയും ഇംഗ്ലീഷ്. ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയ പ്രവാഹമായി വന്നു, അതിഗൂഢ സുസ്മിതമുള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. എന്നെ എനിക്കു തിരിച്ചു കിട്ടാതെ ഞാൻ ഏതോ ദിവാസ്വപ്നമായി ബോധമായി മാറും ലഹരിതൻ ശ്വേതപരാഗമായി മാറി.
പുലിയല്ലേ? അല്ല, ഉമ്മന്റെ അനിയത്തിയാണ്. ആണോ? ആ ഇളയമ, എൻ്റെ ഇളയമയുണ്ട് അവിടെ. എൻ്റെ ഇളയമൻ്റെ കൂടെ ഡാൻസ് ചെയ്താ പാരേജ് ഉള്ളൊരു പരിചയം പുതുക്കാനല്ലേ? അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ ഇവിടെ വെച്ചിട്ടാണ് കാണുന്നത്. ഇത് ഉമ്മന്റെ അനിയത്തിയാണ്, ഇത് നമ്മളെ ബന്ധുവാണ്, വാപ്പന്റെ അടുത്ത ബന്ധുവാണ്, ഇത് അവളെ ജ്യേഷ്ഠത്തിയാണ്. കൈതപ്പയിലല്ലേ നിങ്ങള്? അപ്പൊ അതൊക്കെ കുടുംബക്കാരെ കാണാൻ ഇവിടെ വരേണ്ടി വരുന്നില്ലേ? സന്തോഷോ? ഞങ്ങളെ മാഷ്മാര് രാഘവ മാഷ്, രാഘവ മാഷ് എവിടെ? രാഘവ മാഷ് 26-28 വർഷം മുന്നേ കാണാൻ ടീച്ചറാ രാഘവ. ഇപ്പോഴത്തെ പിള്ളേരൊന്നും കൊണ്ട് ഡാൻസ് ചെയ്തില്ല. ഞാൻ ഡാൻസ് ചെയ്തു, ഞാൻ ശശിയാണ്. എന്താണ് അല്ല, ഇവിടെ പാട്ട് DJ ഇടുമ്പോൾ നിങ്ങൾ ഡാൻസ് ചെയ്യണ്ടേ? കഷ്ടായി. ഞാനിവിടെ എന്താണ് ഫുൾ കിച്ചൺ സർവീസ് അല്ലേ? കിച്ചൺ സർവീസ് ആണ് അതെന്നാണല്ലോ പരിപാടി. 3 ദിവസത്തെ പരിപാടി നമ്മൾ ഉഷാറാക്കേണ്ടിയുണ്ടല്ലോ. അല്ല, ഇതിൽ വേറൊരു മെസ്സേജ് ഇല്ല. ഇതിലെ മെസ്സേജ് മോശമാണ്. ഇതിൽ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കട്ട് ചെയ്ത് വെച്ച ഫോട്ടോ കുറച്ചുകൂടി ഉഷാറായി നടക്കുന്നുണ്ട്. തുടക്കം തന്നെ ഗംഭീരമായിരുന്നു. 70ഓളം പൂർവ്വ അധ്യാപകർ സംഗമിച്ചത് വലിയൊരു സംഗമമായിരുന്നു. നിങ്ങൾ ഇവിടെയോ പഠിച്ചല്ലേ? ആണല്ലോ, നമ്മളൊക്കെ ഒരേ ബാച്ചിലാണല്ലോ. അല്ലല്ല, പെട്ടെന്ന് MJ എന്നുള്ളൊരു ഓർമ്മയെ വരുള്ളൂ. എന്തെന്തോ കലാപരിപാടികളൊക്കെ ഉണ്ടോ? കലാപരിപാടികളല്ല, നമ്മളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കാണേ. കുറെ വയസ്സന്മാരൊക്കെ ഉണ്ടാകില്ല, നമ്മൾ എന്നും ഇങ്ങനെ നിൽക്കുന്നത് നോക്കണ്ട. നമ്മൾ കൂടെ ഉള്ളവരൊക്കെ ചിലപ്പോ മുടിയൊക്കെ നരച്ചവരൊക്കെ ആയിരിക്കും അല്ലേ? നമ്മൾ മുടി വെളുപ്പിച്ചില്ല. നമ്മൾ പിന്നെ എങ്ങനെ ഡോക്ടർ ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു സ്റ്റൈലുണ്ട് ഡോക്ടർക്ക്. താങ്ക് യു. ഞാൻ ചിലപ്പോ ഇവിടുന്ന് ഡിസപ്പിയർ ആയി പോട്ടോ. ഞങ്ങളുടെ ബാച്ചിലെ മാജിഷ്യൻ എന്തോ വിദ്യ ഉണ്ടോ? ഇല്ല, ഇപ്പോൾ ഒരു വിദ്യയില്ല. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ ഇവിടെ MK അതിരക്കാരോട് ഞാൻ കാര്യങ്ങൾ വന്ന് പറയാം. പിന്നെ ഞങ്ങൾ കിട്ടിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ഈ 100ാം വാർഷികത്തിനാണ് ഇവിടെ ജീവിച്ചിരുന്നല്ലോ പരിപാടി ചെയ്യാനല്ലേ. അതിന്റെ ഒരു ഭാഗ്യം എനിക്ക് അതിർക്കാക്കിയോ കിട്ടിയിട്ടുണ്ട്. അല്ലല്ല, വ്യവസായിയാണ്. न कजरे की धार न मोतियों की हार न कोई किया सिंगार फिर भी कितनी सुंदर हो तुम, कितनी सुंदर हो। मन में प्यार भरा और तन में प्यार भरा, जीवन में प्यार भरा, तुम तो मेरे प्रियवर हो, तुम ही तो मेरे പ്രിയവർ ഹോ. നമ്മളെ സംസം നിങ്ങളെ മറക്കാൻ പറ്റൂല. കാരണം എന്താ അറിയാം, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങൾ അവിടെ വന്നിട്ട് ബാലരമ, STR സചിത്രകഥ, പൂമ്പാറ്റ, നിങ്ങൾക്ക് ഓർമ്മല്ലേ? 1956 ഞാനിവിടെ 1ാം ക്ലാസ്സിൽ ചേരുന്നു. പഴയപാലത്തിൻ്റെ അടുത്തുള്ള സ്കൂളായിരുന്നല്ലോ. പിന്നെ സ്കൂൾ ഷിഫ്റ്റ് ചെയ്ത് എൻ്റെ ഒരു ക്ലാസ് അധ്യാപകനെ ഇടവേലത്ത് മൂസ മാഷായിരുന്നു 3ാം ക്ലാസ്സിൽ. 6ാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ് മാഷ് പട്ടോളി ബസാലിലെ വിളിച്ചാലി മാഷ്. അല്ല, നിങ്ങൾ നമ്മളൊരു വായനാശീലമുള്ളതാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ മിക്കവാറും പുസ്തകങ്ങൾ ബാലരമ, STR ചരിത്രകഥ, പൂമ്പാറ്റ ഇതൊക്കെ വാങ്ങി നിങ്ങളെടുത്തായിരുന്നു. അതൊക്കെ ഓരോന്ന് ഇറങ്ങുമ്പോൾ അവിടെ ഓടിയെത്തും നിങ്ങൾ ഇവിടുന്ന് അല്ലേ? അതിൻ്റെ ഒരുപാട് ഉപഭോക്താക്കൾ ഉണ്ടായി. അതെ. എനിക്കതിൽ ഏറ്റവും ഓർക്കുന്ന STR സചിത്രകഥ. അതൊരു നൊസ്റ്റാൾജി ആയിരുന്നല്ലോ, ഭയങ്കര. നമ്മൾ ഇമാജിനേഷനെ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നൊരു വായിച്ചിട്ടുണ്ട് STR. അതിപ്പോ അല്ല, ഇന്നത്തെ കുട്ടിയൊക്കെ വേണ്ട. കാരണം ഒക്കെ കാർട്ടൂണും മറ്റേതും ആയതുകൊണ്ട് അതെ. ഇന്ന് നിങ്ങൾ ഐസ്ക്രീം കഴിക്കൂ, നാളെ നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കൂ. അപ്പൊ നിങ്ങൾ മാറൂലല്ലേ? നന്നാവൂല. അപ്പൊ ഒരു ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാക്കെങ്കിലോ? നമ്മളെപ്പോഴൊന്നും കഴിക്കില്ലല്ലോ, ഇടയ്ക്കിടയ്ക്കൊക്കെ കഴിക്കുന്നത്. അതെ, ഇവിടെ പറഞ്ഞ ആടി തന്നെ കഴിക്കുന്ന പൂച്ചെടി പൂവിൻ്റെ മൊട്ട് പറിച്ച് കാതിൽ കമ്മലിട്ട് ഉച്ചവെയിലിൽ സാക്ഷിയായി കഴിഞ്ഞ കാനോത്ത് അന്ന് രാജറാണിയായി കളിച്ച് തോർത്തിടുന്നുണ്ടു
കൽബിൽ മാഞ്ഞു പോണുണ്ടോ. ഇതന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത് ലവിജെ. നിങ്ങളെ സ്റ്റുഡൻസ് നിങ്ങളോട് കാണിക്കുന്ന ഒരു ഇഷ്ടമല്ലേ? ഞങ്ങളെ പ്രിയപ്പെട്ട മാഷാണ്, മുഹമ്മദ് മാഷാണ്. അല്ല, എന്റെ മാഷ് കൂടിയാണ്. ഞാൻ എന്റെ ബ്ലോഗിങ്ങിന്റെ എന്തുണ്ടാലും ഞാൻ പറയും വാപ്പിച്ചിന്റെ ഒരൊറ്റ ക്ലാസ് കേട്ടിട്ടാണ്. എനിക്ക് ഒരു ക്ലാസ് മാത്രം 5ാം ക്ലാസ് ഫസ്റ്റ് ഡേ വായിച്ചാണ്. ചിത്രമൊക്കെ വരച്ച് പാട്ടൊക്കെ പാടി ആ ഒരു രീതി, തല്ലാത്ത മാഷ് അല്ല, ആ ഒരു രീതി ഞാൻ ഇന്നും പിന്തുടരുന്നുണ്ട്. എങ്ങനെയുണ്ട് പരിപാടി? അടിപൊളിയാണ്. സൂപ്പർ. ഏതായാലും രാത്രി കുറച്ച് സ്പെൻഡ് ചെയ്തിട്ട് പോകാൻ വിചാരിച്ചു. ഏതായാലും ക്യാമറയൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്തണമെങ്കിൽ നമ്മുടെ പരിപാടി സദോത്സവത്തെ പറ്റിയ ഒരു അഭിപ്രായങ്ങൾ ഇതിൽ പറയും. ഏത് നമ്മളെ ഇതുവരെ അടിപൊളി അടിപൊളി. അതുകൊണ്ടാണല്ലോ ഞാൻ അധ്യാപക സംഗമം, മഞ്ചേരിക്ക് പോകാനാണ്, വിദ്യാർത്ഥി സംഗമത്തിലോ. സൂപ്പറാണ്, സൂപ്പർ. കണ്ണീരിൻ കടലിടുക്കിൽ നീന്തി ഞാൻ കാണാത്ത ദൂരത്താൽ തീരത്തെന്നെ എത്തിക്കുമോ സർവാധിനാഥനായ റബ്ബേ, സർവാധിനാഥനായ കുറെ കണ്ടിട്ടല്ല. അങ്ങനെ പോകുന്നു. ഇവിടുത്തെ എക്സിക്യൂട്ടീവ് നന്നായിട്ട് പിന്നെ എന്റെ പങ്കളെയൊക്കെ കണ്ടിരുന്നു. ആണോ? നമ്മുടെ ചാൻസ് ഏതായാലും പോവാണ്. ഇനി മലപ്പുറത്തെത്തണം. എപ്പോഴും നല്ല ആക്റ്റീവ് ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ചാനൽ കാണാം. ഏതായാലും സ്കൂളിന്റെ അല്ല എനിക്ക് പോവാൻ കവിതകൾ ഒഴുകണ മിഴികളുമായി മറുനിലാവുതിരുമായി കനവുകൾ തുന്നിയ ഹൃദയവുമായി വഴി നീള നിൽക്കും പനിമലരായി പൂത്ത ചില്ലകൾ കുടയുകയായി തിരമാല നോൽക്കും ചില്ലകളിൽ മഞ്ഞു തുള്ളികളായി പ്രണയമേ പ്രണയമേ മുഹബത്തിനലകളിൽ ഉയരുകയായി ഹൃദയവും ഹൃദയവും ഇണങ്ങിയ പറവ